ഈ PM ശ്രീ പദ്ധതിയിലൂടെ മുന്നണിക്കകത്ത് തന്നെ ഒരു ഉലച്ചിൽ സംഭവിച്ചിരിക്കുകയാണല്ലോ. CPI ഇടഞ്ഞു നിൽക്കുകയാണ്. അത് എന്തായാലും ഒപ്പിട്ടുപോയി. ഫണ്ടിന് വേണ്ടിയാണെന്ന് ശിവൻകുട്ടി പറയുന്നുണ്ട്, ഫണ്ടിന് വേണ്ടി അല്ല എന്ന് രാജീവ് ചന്ദ്രശേഖറും പറയുന്നു. ഇതിനകത്ത് സത്യാവസ്ഥ നോക്കുമ്പോൾ CPI പറയുന്നത് ഇതൊരു കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പോകും. അതാണ് CPI ഇടഞ്ഞു നിൽക്കുന്നത്. അല്ല, ഇതിൽ കാവ്യവൽക്കരണത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. ദേശീയ എഡ്യൂക്കേഷൻ പോളിസിൻ്റെ ഭാഗമാണ്. ഇന്നല്ല നാളെ നടപ്പിലാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അത് നടപ്പിലാക്കാൻ വൈകുന്നതും നമ്മളെ കുട്ടികൾക്കാണ് അതിൻ്റെ നഷ്ടം വരാൻ പോകുന്നത്. കേരളം ആകപ്പാടെ മുന്നിലുള്ള വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്താണ്. അതിൽ തന്നെ നമ്മൾ CBSE പഠിക്കുന്ന പിള്ളേരും ICSE പഠിക്കുന്ന പിള്ളേരും സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന പിള്ളേരും തമ്മിൽ ഭയങ്കര ഗ്യാപ്പുണ്ട്. ഞാനൊക്കെ ശരിക്കും ഫൈസ് ചെയ്ത ആളാണ്. മലയാളം മീഡിയം സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ട് പിന്നെ ഉത്തരേന്ത്യയിൽ പോയിട്ട് ജെന്യൂരൊക്കെ അഡ്മിഷൻ കിട്ടിയത് നമ്മുടെ ഈ വിദ്യാഭ്യാസ സംവിധാനത്തിന് ഗുണം കൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷെ അവിടുത്തെ പിള്ളേരെ നമ്മൾ മത്സരിക്കുന്ന സമയത്ത് അവർ അഡ്വാൻസ്, ലാംഗ്വേജ് വൈസും ടെക്നോളജിക്കലി അവർ അഡ്വാൻസ്ഡാണ് നമ്മളെക്കാട്ടും. നമ്മൾ ഒരുപാട് പിന്നിലായിരുന്നു. പിന്നെ ഞാനൊക്കെ 6 മാസം കഷ്ടപ്പെട്ടിട്ടാണ് ഓടിയെത്തിയത്. അപ്പോൾ ഇനി അത്തരം അനുഭവങ്ങൾ നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന പോളിസീസ് എത്രയും പെട്ടെന്ന് നമ്മൾ നടപ്പിലാക്കാതെ പറ്റില്ല, തരവില്ല, അത് വാസ്തവമാണ്. അപ്പം അത് CPM ആദ്യം അറിയായിട്ടില്ല. പെട്ടെന്ന് നടപ്പിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്പേസ് നഷ്ടപ്പെടും. അതുകൊണ്ട് അവരെ എതിർപ്പ് രേഖപ്പെടുത്തി. പക്ഷെ അന്നും അവർക്ക് അറിയാം ഒരു പരിധി കൂടുതൽ പറ്റില്ല. എതിർപ്പ് രേഖപ്പെടുത്തി, ഓക്കെ, അതിൻ്റെ അത്തിനൊരു സമയമില്ലേ, എല്ലാം അനന്തകാലം നീണ്ടു പോകില്ലല്ലോ. അപ്പോൾ ഇപ്പോഴെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആക്ട് ചെയ്യേണ്ട സമയമായി. അത് അവർ ആക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ CPM സംബന്ധിച്ചിടത്തോളം അവർ പൊതുവെ എല്ലാ കാര്യത്തിലും വൈകുന്ന ആളുകളാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭൂഷ്വാസിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ, ഇന്ത്യൻ സാഹചര്യം മനസ്സിലാക്കാനൊക്കെ വൈകുന്ന ആളുകളായിരുന്നു. പക്ഷേ പിണറായി വിജയൻ വന്നതിന് ശേഷം അവരിപ്പോൾ വളരെ ഫാസ്റ്റാണ്. CPIയുടെ പക്ഷം അവർ പൊതുവെ താരതമ്യേന നേരത്തെ കാര്യങ്ങൾ തിരിച്ചറിയുന്ന ആളുകളായിരുന്നു. അതായത് ഇന്ത്യൻ ഭൂഷ്വാസി എന്ന് വെച്ചാൽ ഈ പറയുന്ന ഭൂപോ ദേശീയ ഭൂഷ്വാസിയാണ് എന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഇന്ദിരാഗാന്ധിയൊക്കെ സപ്പോർട്ട് ചെയ്ത ഒരു പാരമ്പര്യം അവർക്കുണ്ട്. അന്ന് CPM എന്ന് വെച്ചാൽ പണ്ടത്തെ ഈ വരട്ട് തത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. CPM ഇപ്പോൾ CPIയുടെ ലൈനിൽ പോയി, CPIൻ്റെ ലൈനിൽ പോയി. CPI ഇപ്പം ഒച്ച ചെയ്യുന്ന വേഗത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ ആ പാർട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവണ്ടേ. അപ്പോൾ അതിനുള്ള ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് അവർ ഉപയോഗിക്കുന്നു എന്ന് വിളവെക്കാളെ ഇന്നല്ല നാളെ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പിലെല്ലാം തന്നെ എന്തൊക്കെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതി ഉണ്ടെന്നാൽ വേണ്ടെന്ന് വെച്ചാൽ പോലെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് കാവ്യവൽക്കരണമാണോ? ഏത് രാജ്യത്ത് അതിൻ്റെതായ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏതൊരു രാജ്യത്തിനും വളരാൻ പറ്റും. ഇപ്പം ജപ്പാന് ഷിൻഡോയിസം, ചൈനയിൽ കൺഫ്യൂഷനിസം, താവോയിസം. ഇപ്പോൾ കമ്മ്യൂണിസം ആണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ ഒരു സാധ്യത അവിടെയുണ്ട്. പിന്നെ അമേരിക്കയിൽ പിന്നെ പ്രത്യേക കളിച്ചൊന്നുമില്ല. ബ്രിട്ടനാണെങ്കിൽ അവരുടെ കെൽറ്റിക് കളിച്ച് അതിനുശേഷം വന്നിട്ടുള്ള എലിസബത്തൻ കാലഘട്ടത്തിൻ്റെ സ്വാധീനം അതെല്ലാ രാജ്യങ്ങളും കാണാം. ഇന്ത്യക്ക് മാത്രം അത് വേണ്ട എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമുള്ളത്? കാവ്യം എന്ന് വെച്ചാൽ എവിടെയുള്ള സന്യാസിമാർ ധരിച്ചിട്ടില്ല ഒരു വസ്ത്രമാണ്. അതങ്ങനെ കണ്ടാൽ പോരെ. ആ കാവ്യവൽക്കരണം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ പച്ചവൽക്കരിക്കണോ? അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്കൂൾ സമയം ക്രമീകരിച്ചിട്ടുണ്ട്, എന്നാൽ അതിന് പച്ചവൽക്കരണം എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ RSS പറയുന്നത് അങ്ങനെ നല്ലത്. ഒരു വെള്ളിയാഴ്ച മുസ്ലിംസിന് ആ ഒരു പ്രശ്നമുണ്ട്, ജുമാക്ക് പോയേ പറ്റുള്ളൂ, സ്വാഭാവികമായിട്ട് ആ രീതിയിൽ ക്രമീകരിച്ചു. അതേപോലെ തന്നെയാണ് നമ്മുടെ സാംസ്കാരികമായ ചില കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഉള്ളത് കൊണ്ട് മാത്രം കാവ്യവൽക്കരണം എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ ഇവർ കാവ്യവൽക്കരണം എന്നുള്ള ടെക്നിക്കലി ഇവർ പറയുന്നത് എന്താണ്? സിലബസിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കി. എന്താണ് സിലബസിൽ ഒഴിവാക്കിയിട്ടുള്ള ഭാഗങ്ങൾ? നമ്മളെല്ലാം പഠിച്ച സമയത്ത് നിങ്ങൾ പഠിപ്പിച്ച് തുടങ്ങുക അറിയാലോ, സോഷ്യൽ സയൻസിലൊക്കെ ഒരേ സാധനങ്ങൾ 4ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കി, അതിന് പൂർണ്ണമായും മാറ്റിയതല്ല. പിന്നെ അതേപോലെ തന്നെ ഈ കോൺഗ്രസ് കാലഘട്ടത്തിൽ ഇടതുപക്ഷ ചരിത്രകാരന്മാരും പണ്ഡിതന്മാരുമാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അവർ സയൻറ്റിഫിക്കായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ അവരൊരു പക്ഷേ ആ കാലഘട്ടത്തിൽ വേണ്ട രീതി പരിഗണിക്കാതെ പോയ വ്യക്തികളുടെ സാംഭാജി, ശിവജി, പിന്നെ സാഹു മഹാരാജാവ്, അങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഭയങ്കര ഫൈറ്റേഴ്സ്. അപ്പോൾ അവർക്ക് ഒരു ഡ്യൂ റെസ്പെക്റ്റ്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഔറംഗസേബിനെ പോലെയുള്ള മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനത്തിനും ഇന്ത്യയുടെ പതനത്തിനും കാരണമായിട്ടുള്ള വർഗീയവാദി നന്നകത്തെ കോണ്ടക്സ്റ്റ് പറയാൻ പറ്റില്ല എങ്കിൽ പോലും മതമൗലികവാദിയായിട്ടുള്ള പിന്നെ ചക്രവർത്തിയെ ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാറ്റി. ഇതൊക്കെ അല്ലേ ചെയ്തത്? ഇതിലെന്താ തെറ്റ്? ഇതെങ്ങനെ കാവ്യവൽക്കരണം എന്ന് പറയാം? ഹെമു എന്ന് പറഞ്ഞ രാജാവുണ്ട്, 2ാം പാനിപ്പത്ത് യുദ്ധത്തിൽ അക്ബറിനെതിരെ ഫൈറ്റ് ചെയ്ത ഹിന്ദു രാജാവ്. അദ്ദേഹം അഫ്ഗാൻ മുസ്ലിങ്ങളെ കൂടെയാണ് ഫൈറ്റ് ചെയ്തത്. അപ്പോൾ ഹെമുവിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഹെമു അന്ന് അണ്ണിന് അമ്പേറ്റ് വീണ, അല്ലെങ്കിൽ അന്ന് അക്ബർ തോറ്റുകയായിരുന്നു. അപ്പോൾ ഹെമുവിനെ പറ്റിയൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചില്ല എന്ന് RSS പറയും കാര്യമല്ല. ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട്, ഓമലാദ പോകെ എഴുതിയ പുസ്തകത്തിനുണ്ട്.
ആർ ശർമ്മയുടെ പുസ്തകത്തിലുണ്ട്. പക്ഷേ ഹെമൂനെ പറ്റി അല്ലെങ്കിൽ ഇർഫാൻ ഹബീബും സതീഷ് ചന്ദ്ര എഴുതിയ പുസ്തകങ്ങളൊക്കെ പരാമർശമുണ്ട്. പക്ഷേ ഹെമൂനെ പറ്റി അധികം ഫോക്കസ് പോയിട്ടില്ല. ഫോക്കസ് കൊടുക്കുന്നു അത്ര ആളുകൾക്ക് എന്നുള്ളതാണ്. അതെങ്ങനെ തെറ്റായി മാറുക? മോള് ഇത് മുമ്പേ ചെയ്യേണ്ടതായി മുമ്പ് ചെയ്തില്ല. BJP കുറച്ച് നാഷണലിസ്റ്റ് ഓറിയന്റേഷൻ കൂടുതലായതുകൊണ്ട് അവരത് ചെയ്യുന്നു. ഇനി താജ്മഹലിന് അടുത്ത് ശിവാലയം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതേ മനസ്സിലായി അത്ര സാധനങ്ങളൊന്നും അതിലില്ല. പിന്നെ ഇവർ പറയുന്നത് എനിക്കതിൽ അങ്ങനെ അതിലുണ്ട്. ഗാന്ധി ദിവംഗതനായി എന്നാണ് പറയുന്നത്. ഗാന്ധിനെ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നില്ല. എന്തിനാണ് നമ്മൾ ദേശീയ പിന്നെ രാഷ്ട്രപിതാവ് മരിച്ചൊരു കാര്യത്തിൽ നെഗറ്റീവ് ടോള് പറയുന്നത്? മരിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ മരിക്കല്ലോ, അറ്റാക്ക് വന്ന് മരിക്കുക, വെടിവെച്ച് കൊന്നു മരിക്കുക. അപ്പോൾ അതിൽ ആ പാഠഭാഗം സ്വാഭാവികമായിട്ടും അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതാണെന്ന് പറയാതെ പോകാൻ തരവില്ലല്ലോ. അതേപറ്റിയുള്ള ഡീറ്റെയിൽ ആയ പാടത്ത് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടാണ് പറയാതെ തരവില്ല. ദിവംഗതരായി തോന്നുന്ന ഏത് രീതിയിൽ ഭരിക്കാം. അതൊന്നും വലിയ വിഷയമാക്കി എടുത്തുകൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് പിടിമുറുക്കിക്കൊണ്ട് CPI മുന്നണി പോലും വിടാൻ തയ്യാറാണ്. എവിടെ വേണേ അവരെങ്ങനെ ഇവിടെ എന്ത് ചെയ്യാനെന്നിട്ട് BJP പോയ മാത്രമല്ലേ രക്ഷമുള്ളൂ. BJP അവർ പോവില്ല. പിന്നുള്ളത് കോൺഗ്രസ് പോകാം. കോൺഗ്രസ് മുന്നണി അടുത്ത തവണ വരുമെന്ന് അറിയില്ല. വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ലീഗിൻ്റെ പിന്നെ 2ാം സ്ഥാനം 3ാം സ്ഥാനമല്ലേ കിട്ടുന്നു. ഇപ്പം 4 മന്ത്രിമാർ, 4 ലോക്സഭാ സീറ്റ്, അത് 20 MLA-മാർ, ഇതൊക്കെ കിട്ടുമോ? അതിനുള്ള ശേഷി അവർക്കുണ്ടോ? അവർ കൊല്ലം ജില്ലയിൽ പോലും അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്ത് പോലും ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റില്ല. പിന്നെ അന്നത്തെ ഒരു അലയൻസിൻ്റെ ഫലത്തിൽ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് ഐക്യം വേണമെന്നുള്ളത് കൊണ്ട് ഒത്തുപോവുകയാണ്. ഇപ്പം പിണറായി പാർട്ടിയിൽ ഏറ്റവും ശക്തനായ നേതാവായി മാറ്റി മൂപ്പർക്ക് അതിനൊന്നും ആവശ്യമില്ല. മൂപ്പർക്ക് എങ്ങനെ ജയിപ്പിക്കണമെന്നറിയാം. ഇവരാണെങ്കിൽ CPM ഇവർ CPM വോട്ട് ചെയ്യാതില്ലെന്നാണ്. അവരവരുടെ കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യും, ബാക്കി UDF-ന് വോട്ട് ചെയ്യും. കാരണം UDF ഫണ്ട് കോൺഗ്രസ്സുകാരെ ഫണ്ട് മുഖ്യമന്ത്രി ആക്കി കൊടുത്തില്ലേ, അതിൻ്റെ സന്തോഷം കൊണ്ട് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇവർ പോയാൽ ഇവർക്ക് തന്നെയാണ് നഷ്ടം. RSPയുടെ ഗതിയാവും. പക്ഷേ കോൺഗ്രസിനോടൊപ്പം നിന്ന ഒരു കാലം ഇവർക്കുണ്ടായിരുന്നു. അതെന്താ കാലഘട്ടം? അന്നെന്ന് വെച്ചാൽ ഇന്ത്യയിൽ CPM ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഇവിടെ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ വന്നു. ജനങ്ങൾ അന്ന് ഒരുപാട് ചെറിയ ചെറിയ പാർട്ടികളുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. CPM കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി മാറി. ഏതാണ്ട് 50% ആളുകളുടെ സ്വാധീനമുള്ള പാർട്ടിയായി CPM മാറി. കോൺഗ്രസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന അവസ്ഥയിലായി. അത് ഈ അടിച്ചിട്ട് അന്ന് എങ്ങനെയാണ് അന്ന് ലീഗിനും ഒരു സ്പേസ് ഇല്ലായിരുന്നു. 2 മന്ത്രിസ്ഥാനമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. ബാഫയ്ക്ക് ഞങ്ങളാണ് പറഞ്ഞത് മേനോൻ ആയിക്കോട്ടെ. പിന്നെ വേറെ പിന്നാമ്പം പറഞ്ഞു കേട്ടില്ല കഥ വെച്ചാൽ ഇന്ദിരാഗാന്ധി സോവിയറ്റ് റഷ്യയിൽ അടുക്കുന്നു. ഇപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ റഷ്യൻ സ്വാധീനിക്കുന്നു. അവരെ കൊണ്ട് പറയിപ്പിച്ചു. കേരളത്തിൽ ഇപ്പോൾ ഏതായാലും ഗവൺമെൻറ് ഒന്നും ഇല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ഒരാളെ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടമൊന്നുമില്ല. സോവിയറ്റ് റഷ്യയായിട്ട് ആ സമയത്താണ് അടുക്കുന്നത്. അതിൻ്റെ പോലെ MiG-21 പോലുള്ള വിമാനങ്ങളും പോലുള്ള ഒരു അത്യന്താധുനികമായ ആയുധങ്ങളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കേരളം പോലെ സംസ്ഥാനത്ത് നഷ്ടമില്ലാത്തൊരു കച്ചവടത്തിൽ ഇന്ദിരാഗാന്ധി നിന്നു എന്നും പറയുന്ന കേൾക്കാറുണ്ട്. അത് അന്നത്തെ സാഹചര്യം, ഗ്ലോബൽ സാഹചര്യം വെച്ച് അതില്ലാന്നും പറയാൻ പറ്റില്ല. ആ സാഹചര്യം അല്ല ഇന്നത്തെ സാഹചര്യം. സോവിയറ്റ് റഷ്യ ഇല്ല. CPI അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇന്ന് അതുമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കേണ്ട. ചാടിപ്പിക്കാൻ ആളുണ്ടാവും. മര്യാദയ്ക്ക് എടുത്ത് നിൽക്കുന്ന നല്ല കുടുംബത്തിൽ പെമ്പിള്ളേർ ചില അലവലാദികൾ 16 വയസ്സ് ചാടിച്ചുണ്ടുപോയി അവസാനം ഒരു കൊച്ചായതിനു ശേഷം അവളെ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വിടുന്ന പരിപാടിയില്ലേ, ആ അവസ്ഥയായി പോകും. അല്ലെങ്കിൽ കിരുക്കത്തിന് ഇന്നസെന്റിന്റെ അവസ്ഥയായി പോകും. അപ്പോൾ എന്നായാലും ഇത് നടപ്പിലാക്കിയേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ CPI അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ തുടരുമെന്നുള്ളതാണ്. CPI അതൊന്നുമില്ല. അതിങ്ങനെ എന്തെങ്കിലും താത്വികമായിട്ട് പറയാനെന്താ പിണറായി പറഞ്ഞെടുക്കും എന്ന് വെച്ചാൽ പരിശോധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സമ്മതം ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാൻ തെറ്റായിപ്പോയി. അത് അവർക്ക് മതി. അത് പറഞ്ഞുകൊണ്ട് അവർ പിടിച്ചു. രാഷ്ട്രീയത്തിലാണോ ആകെ മുങ്ങിയ കുളിരൊന്നല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.